എടുക്കുന്നതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടാവും. അത് പിന്നെ ഞങ്ങൾ നമ്മൾ മെക്കാനിക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പ്രൊഫഷണൽ അല്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ടൈമിങ്ങിൻ്റെ വർക്ക് കമ്പനിയിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 14,000-15,000 വരുന്നുണ്ട് കസ്റ്റമർക്ക്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 6,500 മുതൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മളിന്നുള്ളത് നമ്മൾ KCM എക്സ്പ്രസ് ബേയിലാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നൊരു ബിസിനസ് മോഡൽ അതേപോലെയാണ് ഇതിപ്പോൾ ഉള്ളത്. എന്താ വെച്ചാൽ നമ്മളൊരു 10 വർഷം മുമ്പ് ഒരു KCM പാർക്കർ ചെയ്തിരുന്നു കൊണ്ടോട്ടി. അതിൻ്റെ അതേ മോഡലിലാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ്പ്രസ് ബേയിൽ നമ്മൾ വെള്ളാമ്പുറത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ പരിചയപ്പെടുത്താത്ത സുഫൈൽ നമ്മൾ പാർട്ണറാണ്. ഇത് ഷമീർ ഇത് എല്ലാ കാര്യങ്ങളും ഷമീറാണ് ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇത് റിച്ചിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. സസ്പെൻഷൻ വർക്ക് ഉണ്ട്. അതിലിപ്പോൾ ലിങ്ക്രാഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് റിപ്പയർ ചെയ്ത് കയറ്റിക്കൊണ്ട് പോയിക്കാണ്. നമ്മളിപ്പോൾ മെക്കാനിക്കൽ വർക്കുകൾ ഇങ്ങനത്തെ ചെറിയ മൈനർ വർക്കുകൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ സ്റ്റെബിലൈസർ ലിങ്ക് സാധനങ്ങളൊക്കെ നമ്മളതിൽ റെഡിയിലുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തപ്പോൾ നമ്മൾ ഇഞ്ചക്ടറിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചക്ടർ അയച്ച് അത് ഇഞ്ചക്ടർ നമ്മൾ പുറത്തേക്കാണ് റിപ്പയറിന് വിടുക. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ നമ്മളിതൊരു കുറച്ചൊരു ക്രിട്ടിക്കലായിട്ടുള്ള വർക്കാണ്. എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് വരുന്നത്, ബ്രേക്ക് ഡൗൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത് റിപ്പയർ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് അത് ഇതാക്കും. പിന്നെ അടുത്ത വണ്ടിയിലേക്ക് പോകാം നമുക്ക്. ഇതൊരു ഫോർച്യൂണറാണ്. ഫോർച്യൂണർ നമ്മളിതിൻ്റെ അകത്ത് സസ്പെൻഷൻ്റെ വർക്കുണ്ട്. ഇതിൻ്റെ എന്തൊക്കെ വർക്കുകളുള്ളത്? ഫുൾ സസ്പെൻഷൻ ഓയിലേക്ക് നിർത്താം. അപ്പോൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് സുഫൈല ഒരു 2 ദിവസം കൊണ്ടൊക്കെ തീരൂല ഈ വർക്കുകൾ. പിന്നെ ഇതൊരു ആൾട്ടോ ആണ്. ആൾട്ടോ നമുക്ക് ഒരു എന്തോ സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോണ്ട സിറ്റി ഡൈനാമോ കംപ്ലൈൻറ്റ് ആയിട്ട് ചാർജ് ആവാതെ ബ്രേക്ക് ഡൗൺ ആയൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡൈനാമോ അയച്ചിട്ട് അതിൻ്റെ ബ്രഷ് ഹോൾഡർ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. നമ്മളിവിടെ ഇലക്ട്രിക്കൽ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ വർക്ക്, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ്സ്, ആൾട്ടർനേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്, ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ ഹോണ്ട സിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ബ്രഷ് ഹോൾഡർ കിട്ടാൻ ചെറിയ ഡിലേ ഉണ്ടാവും. അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് അപ്പുറത്തൊരു പീരിയോഡിക് മെയിൻ്റനൻസിൻ്റെ ഒരു വണ്ടി ഷിഫ്റ്റ് ഉണ്ട്. ഇത് ഷിഫ്റ്റ് ഷമീറ 1 ലാഖിൽ വർക്കിന് വന്നതാണ്. 1 ലാഖിന് വർക്കിന് വന്നതാണ്. മേജർ സർവീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 1 ലാഖിൽ ചെയ്യുന്ന വർക്കുകൾ ടൈമിങ് അപ്പോൾ ടൈമിങ് മാറ്റുമ്പോൾ ടൈമിങ് ചെയ്യും മാത്രമല്ല അതിൻ്റെ പാഡുകൾ, അതിൻ്റെ ടെൻഷനറുകൾ എല്ലാം നമ്മൾ അപ്പോൾ നമ്മൾ മാക്സിമം ഒറിജിനൽ സാധനങ്ങൾ തന്നെ MGP തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ടൈമിങ്ങിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ഓയിൽ ടൈമിങ്ങിൽ തന്നെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പിന്നെ നമുക്ക് ഡീസൽ ഫിൽറ്റർ ടൈം ആണെങ്കിൽ അത് ചെയ്യും. പിന്നെ നമുക്ക് AC-യുടെ ഫിൽറ്റേഴ്സ്, പിന്നെ ബ്രേക്ക് 4 നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ സസ്പെൻഷൻ്റെ വർക്കുകൾ ചെയ്യാം. ഓക്കെ. അത് നമ്മൾ ടൈമിങ്ങിൻ്റെ വർക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ടൈമിങ്ങിൻ്റെ വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ അന്നത്തെ ദിവസം തന്നെ മാക്സിമം പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കൊടുക്കാം. ആക്ച്വലി അല്ലേ, ഈ സസ്പെൻഷൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം ഒരു ദിവസം ഇപ്പോൾ ടൈമിങ്ങിൻ്റെ വർക്ക് കമ്പനിയിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 14,000-15,000 വരുന്നുണ്ട് കസ്റ്റമർക്ക്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 6,500 മുതൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. മാക്സിമം 9 സംതിങ്. അത് ഓയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും, അതായത് ഒറിജിനൽ സാധനം വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3-1 പ്രൈസേ ഇവിടെ വരുള്ളൂ കമ്പനി പോകുന്നേക്കാൾ. കമ്പനിനെ ഇത് പറയല്ല, നിങ്ങൾക്ക് സെയിം സാധനം വെച്ചിട്ട് അതേ സർവീസ് നിങ്ങൾക്ക് അത്രയും കുറച്ച് ഇവിടുന്ന് ചെയ്യാൻ കഴിയും. പിന്നെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടാവും. അത് പിന്നെ ഞങ്ങൾ നമ്മൾ മെക്കാനിക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പ്രൊഫഷണൽ അല്ല. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഞങ്ങൾ ഡെൻറ്റിങ്ങിൻ്റെ ഏരിയയാണ്. ഡെൻറ്റിങ്ങിൻ്റെ ഏരിയയിൽ ഞങ്ങൾ ഡെൻറ്റ് പുള്ളർ യൂസ് ചെയ്തിട്ടാണ് ചെറിയ ഡെൻറ്റുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ വണ്ടി പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ പുള്ള് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഡെൻറ്റിങ്ങിൻ്റെ ഒരു നമ്മളെ മെയിൻ സീനിയർ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ സൈഡ് ഫുള്ള് നമ്മൾ ലെവൽ ചെയ്ത് അപ്പോൾ ഇത് ഫുൾ പെയിൻറ്റിംഗ് ആണ്. ഫുൾ പെയിൻറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ഡെൻറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പെയിൻറ്റ് ഫുള്ള് എല്ലാ സാധനങ്ങളും പീസാക്കിയിട്ട് ഫുൾ പെയിൻറ്റിംഗ് ആണ് ഇത് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ ചെറിയ മൈനറായിട്ടുള്ള ഡെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഷമീറ, നമ്മൾ ഇവിടുത്തെ ഓയിൽ, ഫിൽറ്റേഴ്സ്, ബ്രേക്ക് പാഡ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സസ്പെൻഷന് കുറച്ച് സാധനങ്ങൾ നമ്മൾ അത് പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. തീർച്ചയായും ഇവിടെ ഇപ്പം നമുക്ക് അതിനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ലായിരുന്നു ആദ്യം. അപ്പോൾ അതൊന്ന് നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം.
ഇതിപ്പോൾ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് നമ്മൾ സ്പെയറും കാര്യങ്ങളും ഷെബീർ നമ്മൾ ഇങ്ങോട്ട് വെക്കണം അല്ലേ? ഇത് സ്പെയർ മാത്രം. പിന്നെ നമ്മൾ ഇതിൽ നമ്മൾ ഓഫീസും കസ്റ്റമർ ലോഞ്ചും അല്ലേ? കസ്റ്റമർ ലോഞ്ച്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ കസ്റ്റമേഴ്സിന് എപ്പോഴും വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, ഞങ്ങൾ ചെറിയ സ്ഥലം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ സ്പെയർ നമ്മൾ കുറച്ചുകൂടി സ്റ്റോക്ക് ഇവിടെ കൂട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ വരുന്ന വണ്ടികൾ സ്പെയറിന് അത് നമ്മൾ വരുന്ന വണ്ടികൾ നമ്മൾ അപ്പം തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെയർ സെറ്റ് ചെയ്യുന്നത്. അത് വെച്ചാൽ നമ്മൾ ഈ വരുന്ന എല്ലാ വർക്കുകളും അല്ല, നമ്മൾ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓയിൽ സർവീസുകളും ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അപ്പം തന്നെ സസ്പെൻഷൻ്റെ ചെറിയ വർക്കുകൾ നമ്മൾ അപ്പം തന്നെ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനത്തിന് നമ്മൾ ഇവിടെ തന്നെ ഓയിൽ സ്പെയർ നമ്മൾ സ്പെയർ ചെയ്യുമ്പോൾ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. എന്തായാലും 3 മാസത്തിന് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ സ്പെയർ ഡയറക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷമീറ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കസ്റ്റമർക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ വെള്ളാമ്പുറത്ത് നിന്ന് മഞ്ചേർ റോട്ടിൽ പുല്ലാനൂർ പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഹൈസ്കൂൾ ഉണ്ട്, ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആവും. നമ്മൾ മെയിൻ റോഡാണ് അവിടെ ഉള്ളത്. പിന്നെ ഷമീർ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. ഞാനും സുഫയിലും ഞങ്ങൾക്ക് അവിടെ വേറെ പ്രൊജക്റ്റുകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഞങ്ങൾ കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഷമീർ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ എന്ത് സപ്പോർട്ടിനാണെങ്കിലും ഞങ്ങൾ ബാക്ക് എൻഡിൽ വലിയൊരു ടീമുണ്ട്. നമുക്ക് അവിടെ ഒരു KCM ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു KCM കാർ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഏകദേശം 100ഓളം സ്റ്റാഫ് നമ്മളിതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെറിയ സർവീസ് സെൻ്റർ എന്നുള്ള നിലയിൽ ഞങ്ങളിവിടെ കാണണ്ട. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വർക്കാണെങ്കിലും അത് ചെയ്യാനുള്ള ബാക്കിൽ വലിയ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്.